നമസ്കാരം, മക്കളെ. സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ സീരീസ് ആണ്. അതിനുള്ളിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വെക്ടറിലെ 2 ചോദ്യങ്ങളുണ്ട്, അതിന്റെ 2 പാർട്ടായിട്ട്. നോക്കിക്കേ, കൺസിഡർ എ ഈസ് ഈക്വൽ 3i + j + 4k ആൻഡ് ബി ഈക്വൽ i - j + k. ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. നമുക്ക് ഓണപരീക്ഷയുടെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വന്നു. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്കിതൊരു ബോർഡ് എക്സാം പോലെ തന്നെ എല്ലാവർക്കും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പബ്ലിക് എക്സാമിന്റെ പാറ്റേണിലാണ്. ഇതൊന്നും അല്ലാത്ത മറ്റു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും ഈ സെക്കൻഡ് ടൈമിനെ പഠിച്ച് തീർക്കാൻ പറ്റാതാണ് എക്സാമിന് പോകുന്നത്. പലരും പഠിച്ച് ഒന്നുമേ ആവാതെ, മീൻസ് പ്രത്യേകിച്ച് മാത്സിനെ കുറിച്ചാകുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്റഗ്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പലതും പ്രശ്നമായി കിടക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ, അതിന്റെ റെക്കോർഡ് ബുക്ക് എഴുതുക, അതിന്റെ ചെയ്യുക, അങ്ങനെ കുറേ വർക്കുകൾ ഉള്ളതുകൊണ്ട് ഇവനെ നന്നായിട്ടൊന്നും പഠിച്ചുകൊണ്ട് പോകാൻ ഒരുവിധപ്പെട്ടവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മാർഗം നിങ്ങൾക്ക് കുറവാവാൻ സാധ്യതയുണ്ട്. ഇനി അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇത് എല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. പിന്നെ ഇതിൽ നിന്നും ഒക്കെ ഒന്ന് പിക്കപ്പ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് എക്സാമിന് മുൻപായിട്ട് ഇടുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ചാൽ നല്ലപോലെ മാർക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഇത് മതി നമ്മുടെ ഫെയിൽ ആവാൻ വരെ ബോർഡ് എക്സാമിന്, കേട്ടോ, പബ്ലിക് എക്സാമിന്. അതുകൊണ്ട് ഇപ്പോഴിച്ചിരി പഠിത്തം കുറഞ്ഞാലും ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തോണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അപ്പൊ കൺസിഡർ എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, ഫൈൻഡ് ഏരിയ ഓഫ് പാരലലോഗ്രാം. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ പാരലലോഗത്തിന്റെ ഏരിയ ആണ്, ഹൂസ് അഡ്ജസന്റ് സൈഡ്സ് ആർ എ ആൻഡ് ബി. രണ്ടാമത് ഫൈൻഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും ഒരേപോലെ പെർപെൻഡിക്കുലർ ആവുന്ന യൂണിറ്റ് വെക്ടർ. നമുക്ക് രണ്ടും കണ്ടുപിടിക്കാം. വളരെ ഈസിയാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുമാണ് കിട്ടുന്നത്. എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അതിനുള്ളിലുണ്ട്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഏരിയയെ കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഒരു പാരലലോഗ്രത്തിന്റെ ഏരിയ വേണമെങ്കിൽ 2 വെക്ടേഴ്സ് വേണം, മീൻസ് അതിന്റെ 2 സൈഡ്സ് ആയിട്ട്. ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ നമുക്ക് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി വേണമെങ്കിൽ ഡിറ്റർമിനന്റ് i, j, k, പിന്നെ എയുടെ i, j, kയുടെ കോഎഫിഷ്യൻസുകൾ 3, 1, 4. അതുകൊണ്ട് ഈ 3 വെറും ജെയുടെ കൂടെ 1, ഇവിടെ 4 കണ്ടല്ലോ. നെക്സ്റ്റ് ബിയുടെ വരുമ്പോൾ വെറും i എന്നാകുമ്പോൾ 1, -j വരുമ്പോൾ -1, കെയുടെ ആരാണ് 1. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ i × -j × k ഇങ്ങനെ. i എന്ന് വരുമ്പോൾ i കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കളയണം, കോളവും കളയണം. അപ്പൊ i കണ്ടെയ്യുന്ന റോ പോകാന്ന് പറഞ്ഞാൽ ഇത് പോയി, കോളം പോകാന്ന് പറഞ്ഞാൽ ഇത് പോയി. ബാക്കി 4 പേരെ കണ്ടോ? ഈ 4 പേരെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഡിറ്റർമിനന്റ് ആക്കി ഇട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഈസി ആയിട്ട് കിട്ടും. ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റിച്ചിട്ടുണ്ട്, കേട്ടോ. എന്നിട്ട് ഈ 4 പേര് 1, 4, -1, 1. -j എന്ന് പറയുമ്പോൾ j കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കളയണം, കോളവും കളയണം. j കണ്ട റോ പോകുന്നു, കോളം പോകുന്നു. ബാക്കി ഒരു ചെറിയ ഡിറ്റർമിനന്റ് വരുന്നത് 3, 4, 1, 1. 3, 4, 1, 1. k എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ്. k എന്ന് പറയുമ്പോൾ അത് k കണ്ടെന്ന റോ പോകണം, കോളം പോകണം. ഇതണ്ട് k പോയി, ഇതണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ. ഇത്രയും പോയി കഴിഞ്ഞാൽ 3, 1, 3, 1, 1, -1. ഓക്കെ ആണല്ലോ. അപ്പോൾ i × ഈ 4 പേർ, j × ഈ ദൂരെ 4 പേർ, k ഇത്ര. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. നോക്കിയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു i × ബ്രാക്കറ്റ് ഇടണം 1 × 1, 1, -1 × 4, -4. അപ്പൊ 2 മൈനസ് വന്ന കഥ മനസ്സിലായി. ഓൾറെഡി അവിടെ നമുക്ക് മൈനസ് ഉണ്ടായിരുന്നതാണ്, കണ്ടല്ലോ. എന്നിട്ട് ഈ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും ഈ മൈനസ് വരുന്നുണ്ട്. 2 മൈനസ് നെക്സ്റ്റ് ചെയ്ത് പ്ലസ് ആവും, കേട്ടോ. -j × നമുക്ക് 3 × 1, 3, -1 × 4, 4, പ്ലസ് k എന്ന് പറയുമ്പോൾ 3 × -1, -3 ഉണ്ടല്ലോ. 3 × -1, -3, -1 × 1, 1. എപ്പോഴും നടുക്ക് മൈനസ് ആണ്, കേട്ടോ. ആൻസർ വരുമ്പോൾ ഇത് ആദ്യം ചെയ്യണം. 1 -, -1 + 4, 5. 5 ആരെ കൊടുക്കണം? i. 3 - 4, -1. -1 × -j becomes +j. -3 - 1, -4. അതിനോട് ആരാണ്? k. ഓക്കെ, അപ്പൊ നമുക്ക് എ ക്രോസ് ബി കിട്ടി. നമുക്ക് എക്സാമിന് ചോദിച്ചത് എന്താണിത്? എ ക്രോസ് ബി ചോദിച്ചേക്കുമല്ല, ഏരിയയാ.
ഏരിയ ചോദിച്ചാൽ എ ക്രോസ് ബി കണ്ടുപിടിക്കണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെയാണ് നമ്മൾ മറന്നു പോകുന്നത് കേട്ടോ. ഏരിയ ചോദിക്കുന്നു, നമുക്ക് എ ക്രോസ് ബി ഒക്കെ അറിയായിരിക്കും ചെയ്യാൻ, പക്ഷെ ഏരിയക്ക് എ ക്രോസ് ബി ആണെന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത്. അതുകൊണ്ട് ഓരോ കാര്യത്തിന് എന്ത് ഓപ്പറേഷൻ ആണെന്നുള്ളത് പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം മറന്നുപോയിട്ട് നമ്മൾ അറിയാവുന്ന കാര്യമായിരിക്കും ചെയ്യാൻ പറ്റാതെ വരുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്താണ് അതിന് ചെയ്യേണ്ടതെന്നുള്ളത് മറന്നുപോകും. അതുകൊണ്ട് ഓരോ കാര്യവും വ്യക്തമായി പഠിച്ചോണം. ഏരിയക്ക് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരെ കണ്ടുപിടിക്കാനാ? ക്രോസിനാണ് കേട്ടോ. നെക്സ്റ്റ് ആംഗിളിനെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഡോട്ട്, പ്രൊജക്ഷനെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഡോട്ട്. അങ്ങനെ ഓരോ കാര്യത്തിന് എന്ത് ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് ഇത് കിട്ടി. നെക്സ്റ്റ് എന്താണ് മോനെ? ഏരിയ വേണമെങ്കിൽ ഇതിന്റെ മോഡുലസ് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇതാണ് ഫോർമുല ഫോർ ഫൈൻഡിങ് ദ മോഡുലസ് ഓഫ് എ വെക്ടർ. ഈസ് ഈക്വൽ റൂട്ട് ഓഫ്, റൂട്ടിനുള്ളിൽ ഐ രണ്ട് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ദാറ്റ് ഈസ് 5 സ്ക്വയർ പ്ലസ് ഇട്ടേക്കണേ. അവിടെ അടുത്ത ജെയുടേത് 1 സ്ക്വയർ പ്ലസ് -4 ഹോൾ സ്ക്വയർ ഇൻ ബ്രാക്കറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 25 ഉണ്ട്, 1 ഉണ്ട്, 16 ഉണ്ട് അല്ലേ. ആൻസർ കിട്ടുന്നത് 41, 42 കിട്ടും. ശരിയാണ് അല്ലേ? അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് 42, ഈ റൂട്ട് ഓഫ് 42 ആണ് നമ്മുടെ ഏരിയ. അപ്പൊ ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ കിട്ടി കേട്ടോ. ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ കിട്ടി. രണ്ടാമത്തെ ഫൈൻഡ് ദി യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി യുടെ ഫോർമുല എ ക്രോസ് ബി ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി നമുക്ക് കിട്ടിയില്ല മോനെ. ദാറ്റ് ഇവനെ പിടിച്ച് മണ്ടയ്ക്ക് എഴുതണം, ഇവനെ പിടിച്ച് താഴെ എഴുതണം, നിർത്തിയേക്കണം, പിന്നെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പൊ എ ക്രോസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 5i പ്ലസ് ജെ മൈനസ് 4k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 42. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ തെരഞ്ഞു പിടിച്ച് പഠിക്കണം. എക്സാമിന് വരുന്നതിനെ പഠിച്ച് കയ്യിലാവണം. നല്ല കോൺഫിഡൻസോടുകൂടി പോയാൽ അങ്ങനെ എഴുതാൻ പറ്റും. ഇല്ലെങ്കിൽ പണി കിട്ടാൻ വളരെ ഈസിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ റിസൾട്ട് നോക്കുമ്പോൾ ഏറ്റവും മോശമായിട്ടുള്ളത് ലാസ്റ്റ് ഇയർ ആണ് കേട്ടോ, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക്. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവരും കുട്ടികളുടെ മാർക്ക് കുറയുന്നു, റിസൾട്ട് കുറയുന്നു, അങ്ങനെ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക. മാക്സിമം നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.